അനുമോളെ എവിക്ട് ചെയ്ത് വിടുക, അല്ലെങ്കിൽ അനുമോളെ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നോമിനേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയിക്കോളാം എന്ന് ഞാൻ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ 7-ൽ നിന്ന് നെവിൻ വാക്കൗട്ട് ചെയ്തിരിക്കുവാണ്. വാക്കൗട്ട് ചെയ്യാനുള്ള റീസൺ ആണ് അതിലും വലിയ കോമഡി. വേറെ 2 കണ്ടസ്റ്റൻസിന്റെ ഇഷ്യൂവിൽ ഈ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുവാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്താൻ വേണ്ടി നെവിൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 2 കണ്ടസ്റ്റൻസിന്റെ പേരും പറഞ്ഞിട്ട് അനാവശ്യമായിട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇത് ബാക്കിയുള്ള സീസണുകളുടെ കണക്കല്ല. ഈ കഴിഞ്ഞൊക്കെ സീസണുകളിൽ പോകാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ പോലും അവർ പറയും പോണ്ട എന്നും പറഞ്ഞിട്ട് മാക്സിമം അവിടെ പിടിച്ചു നിർത്താൻ നോക്കും. പക്ഷേ ഒട്ടും നിവൃത്തിയില്ലാത്ത സിറ്റുവേഷനിലാണ് അവരെ ഇറക്കി വിടുന്നത്. പക്ഷേ ഈ ഒരു സീസൺ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പോണോന്നെങ്ങാണ് ഏതെങ്കിലും ഒരുത്തം പറഞ്ഞ് ഇറങ്ങി പോടാന്നേ പറയത്തുള്ളൂ, അല്ലാതെ അവിടെ പിടിച്ചു നിർത്താൻ നോക്കത്തില്ല. സോ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലോട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിട്ട് അവിടെ കയറി ചെല്ലല്ലേ. കാര്യം ഒരുപാട് പേര് ഈ ഒരു പ്ലാറ്റ്ഫോം കൊതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെയും കൂടെ ചാൻസ് ആണ് നീയൊക്കെ കൂടി നഷ്ടപ്പെടുത്തുന്നത്. എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇന്ന് രാവിലെ ഈ പറയുന്ന ജിസൈലും അനുമോളും തമ്മിൽ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. ജിസൈലിനെ സംബന്ധിച്ച് ബിഗ് ബോസ് എത്ര വാണിംഗ് കൊടുത്തു കഴിഞ്ഞാലും അനുസരിക്കാത്തൊരു വ്യക്തിയാണ്. ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അനുമോള് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് ചുണ്ട് വൈപ്പ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിച്ചു. ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ ഒരാളുടെ മുഖത്ത് തൊടുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അപ്പം ജിസൈലിന് അത് ഇഷ്ടപ്പെടാതെ അനുമോളെ പിടിച്ച് തള്ളി. അപ്പോൾ അതൊരു ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിൽ അത് പുറത്തു വരത്തുള്ളൂ. ഇപ്പം കൈ കൊണ്ട് അടിച്ചില്ലെങ്കിൽ പോലും അതൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. അങ്ങനെ ഇവരെ 2 പേരെയും കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ ഇവർ തമ്മിലുണ്ടായ അടി ഞാൻ നിങ്ങളെ കാണിക്കാം. Kajal, I'm not using Rena, but anyways. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കളി ചെയ്യാൻ പറ്റും. സർവാധിപ അനുമോള് കാണിച്ചത് കണ്ടില്ലേ? അതായത് ടിഷ്യൂ പേപ്പർ എടുത്ത് ബലമായിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെച്ചിട്ട് വൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുവാണ്. ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അപ്പൊ അതിന്റെ ഒരു വാശി പുറത്താണ് ഇപ്പം ജിസൈൽ പിടിച്ചിട്ട് അനുമോളെ തള്ളുന്നത്. കണ്ടില്ലേ? ആ തെള്ളില് അനുമോള് പോയി വീണായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാനെ? പക്ഷെ ഇവിടെ കുറ്റപ്പെടുത്തുമ്പം 2 പേരുടെ സൈഡും കൂടി ചേർത്താണ് കുറ്റപ്പെടുത്തേണ്ടത്. ഇവിടെ ഒരാളെ മാത്രം എല്ലാവരും കൂടി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പം ആ ഒരു വീട്ടിലുള്ള കുറച്ച് മണ്ടന്മാരുണ്ട്, കുറേ അപ്പാനി, ശരത്ത്, അക്ബർ, ഇവരെല്ലാവരും ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ നെവിൻ ഉൾപ്പെടെ ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ അതിലും വലിയ കോമഡി ഈ പരിസരത്തെങ്ങും ഇല്ലാത്ത ആൾക്കാർ ഉൾപ്പെടെയാണ് ഈ ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിന് ശേഷം കൺഫെഷൻ റൂമിൽ ഇവർ 2 പേരെയും വിളിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ബിഗ് ബോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഈ ഒരു കേസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടീമുണ്ട്, അവരായിരിക്കും ഈ ഒരു ഇഷ്യൂ നോക്കുന്നത്. അവർ ഈ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ എപ്പിസോഡിൽ ഇതിനെതിരെ ആക്ഷൻ എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ടാസ്കുകളോ അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളോ ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളിയിട്ടല്ല നിങ്ങൾ ഒരു വലിയ ആളാവാൻ ശ്രമിക്കേണ്ടത്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ എന്താണ്? മൈൻഡ് ഗെയിമാണ്. ഇതുവരെയും ഇതിനെ പറ്റിയിട്ട് യാതൊരു ബോധവും ഇല്ലാത്ത രീതിയിലാണ് നിങ്ങളെല്ലാവരും വന്നിരുന്ന് പെരുമാറുന്നത്. എന്തായാലും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലേഡി കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നത്. ഓക്കെ, എന്തായാലും ഇവരെ കൺഫെഷൻ റൂമിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. നീയാണ് എന്നെ ആദ്യമേ ടച്ച് ചെയ്തത്, എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് സോറി പറഞ്ഞില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് അനുമോള് നല്ല രീതിയിൽ ജിസൈലിനെ ചൊറിയുന്നുണ്ട്. ഇല്ലെന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. ലൈവ് എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതായത് അനാവശ്യമായിട്ട് എന്തെങ്കിലും ജിസൈലിനെ തോണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. പിന്നെ അനുമോള് കുറച്ച് കള്ളത്തരങ്ങളും പരിപാടികളും എല്ലാം കൂടി ഉള്ളൊരു വ്യക്തിയാണ്. അപ്പം അനുമോളിന് അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതൊന്നും വലുതായിട്ട് ആരും എടുത്തു വെച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു വാസ്തവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ശരിക്കും ഇവിടെ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഒരു കാര്യവുമില്ലാതെയാണ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ ജിസൈലിൻ്റെ മുഖത്ത് കൊണ്ട് വെച്ചിട്ട് തുടക്കാനായിട്ട് ശ്രമിച്ചത്. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഇവിടെ? ഇത് നിങ്ങളുടെ 2 പേരുടെ ഭാഗത്തെയും ഫോൾട്ടാണ്. എല്ലാവരും കണ്ടോട്ട് നിന്ന് സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. അനാവശ്യമായിട്ട് ഇത്രയും വലിയൊരു ഇഷ്യൂ ആ വീട്ടിലുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ജിസൈലിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇവർ ഈ ഷോയിൽ നിന്ന് എടുത്ത് കളയണം. ഇത് എത്രാമത്തെ വെട്ടമാണ് ഇവർക്ക് ഈ വാർണിംഗ് കൊടുക്കുന്നത്? അവർ എടുത്തു പറഞ്ഞല്ലേ ബിഗ് ബോസും ലാലേട്ടനും ഉൾപ്പെടെ ഈ മേക്കപ്പ് സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഈ ഒരു സ്ത്രീ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഡ്രാമയാണെന്ന് എനിക്കറിയാം. ഇയാൾ കഴിയുന്നത് ഡ്രാമയെന്ന് എനിക്കറിയാം. അതിന് മാത്രം ഞാൻ
ഇതൊക്കെയാണ് പ്രശ്നം. ഇവരുടെ രണ്ടുപേരുടെ കയ്യിൽ മിസ്റ്റേക്കാണ്. രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാ. അപ്പോൾ അങ്ങോട്ടും നൈസായിട്ട് ചൊറിയുന്നു, അത്രയേ ഉള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല. ഇനി അവസാനം ബിഗ് ബോസ് ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഈ കാര്യത്തിൽ നടപടികൾ തീർച്ചയായും ഉണ്ടാകും. അത് തീരുമാനിക്കാൻ ഒരു ബോർഡുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഓക്കെ, ഈ ഒരു തീരുമാനത്തിൽ അന്തിമ വിധി ലാലേട്ടൻ്റെ എപ്പിസോഡിലായിരിക്കും. ഇത് തീരുമാനിക്കുന്നത് പ്രത്യേക ഒരു ബോർഡുണ്ട്, അവരായിരിക്കും ഇതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. എന്തായാലും ഇതൊരു ഫിസിക്കൽ അസോൾട്ട് ആണെന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ രണ്ടിനടുത്ത് വെളിയിൽ കയറാം, വേറെ സംസാരമൊന്നുമില്ല. ശ്രീ മോഹൻലാലിന്റെ എപ്പിസോഡിൽ ഈ വിഷയം ഉറപ്പായും എടുക്കുന്നതാണ്. അനുമോൾ ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യും, സോറി പറയുകയും ചെയ്യും, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറിയിരുന്ന് കരയും ചെയ്യും. ഇനിയാണ് ഇതിലെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ, ഇനി നെവിനെ ചുറ്റിപ്പറ്റി ഇനി നെവിൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. എന്തിൻ്റെ പേരിലാണെന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് ഈ ഒരു ഷോയിൽ പോകുന്നത്? നിങ്ങളുടെ പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടല്ലേ? അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ പേരിൽ ഒരു ഷോയിൽ നിന്ന് കിട്ടിയത് ഇറങ്ങിയിരിക്കുവാണ്. അനുമോളെ എവിക്റ്റ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ അനുമോളെ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നോമിനേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയിക്കോളാം എന്ന് ഞാൻ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞായിരുന്നു. അതിന് വേണ്ടിയിട്ട് കേട്ടല്ലേ, അനുമോളെ എല്ലാ വീക്കിലും എവിക്ഷനിൽ ഇടുക, അല്ലെങ്കിൽ ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെ പേരിൽ? ബാക്കിയുള്ളവരുടെ വിഷയത്തിൽ ഈ പറയുന്ന നെവിൻ എന്തിനാണ് ഇടപെടുന്നത്? നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അത്യാവശ്യം ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ കാണിച്ചത് വളരെ തെണ്ടിത്തരമാണ്. ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അതിനെയൊക്കെ വെറും നിസ്സാരപ്പെട്ട രീതിയിൽ കാണുന്ന കണക്കാണ് ഈ ഒരു പുള്ളിക്കാരൻ ഇപ്പം കാണിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ അതായത് ഈ കൺഫെഷൻ റൂമിൽ വന്ന് പറയാതെ ഞാൻ ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. യെസ് ബിഗ് ബോസ്, ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. നോ, ദിസ് ഇസ് മൈ നോ, ഒരിക്കലുമില്ല. ഞാൻ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാണെന്ന്. എടെ ബിഗ് ബോസ് വീട്ടിനകത്ത് നിന്നിട്ട് ബിഗ് ബോസിനെ തന്നെ ഡിസ്റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കേട്ടോണ്ടിരിക്കുമോ? ഇറങ്ങിപ്പോകാൻ മോനേന്നേ പറയത്തുള്ളൂ. അങ്ങനെ നൈസായിട്ട് അവർ മെയിൻ ഗേറ്റ് അങ്ങ് തുറന്നിട്ടുണ്ട്. നെവിൻ ഇറങ്ങി ഓടിയിട്ടുണ്ട്. പക്ഷേ നെവിൻ ഇറങ്ങി ഓടുന്ന സമയത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈവിനകത്തൊന്നും കാണിച്ചിട്ടില്ല. കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള എന്തോ ഒരു സീനാണ്. അല്ലെങ്കിൽ ബാക്കിയുടെ കാണാം. ഇപ്പോഴും കൂടി ബിഗ് ബോസ് എൻ്റെ അടുത്ത് പോകാനായി പ്രധാന വാതിൽ തുറന്നു തരുക. ഓക്കെ ബിഗ് ബോസ്, ഷുവർ, താങ്ക് യു. നോ, ഐ സെഡ് ഇറ്റ്. അതിനകത്ത് യു ഹാവ് ടു ഗോ എന്നും പറഞ്ഞിട്ട് ആദിലെ നൂറേം കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള എന്തോ ഒരു സീനാണ്. അത് അവസാനം ഈ നെവിൻ ഇറങ്ങിപ്പോയ സമയത്ത് ആദില ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റി പരമായിട്ട് എന്തോ ഒരു കേസ് ഇവൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നെവിൻ പറഞ്ഞു തോന്നുന്നു ഞാൻ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വരുന്നതാണെന്നുള്ള രീതിയിൽ എന്തോ സംസാരിച്ചിട്ടുണ്ട്. എന്തുവാണ് എന്റെ പേരിൽ ഇങ്ങനെ? നിനക്കിതിൽ ഓരോ സാധനമില്ല. ഇനി നീ കാരണമല്ല പോയത്, ആദിലെ നൂറൻ കാരണം പോയത്. എന്തോ കമ്മ്യൂണിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുക എടുക്കുക അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. LGBT റെപ്രസെൻറ്റേഷൻ ആണ് ഞങ്ങൾ രണ്ടുപേരും എന്നുള്ള രീതിയിൽ അതിലെ നൂറൻ സംസാരിക്കുന്നുണ്ട്. അനുമോൾ കാരണമല്ല പോയത്, ഞങ്ങൾ കാരണമാണെന്നുള്ള രീതിയിൽ അവരെടുത്ത് പറയുന്നുമുണ്ട്. എന്താണെന്ന് കണ്ടിട്ടില്ല. അത് കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല, ഞാൻ കുറേ നോക്കി. എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ലൈവിൻ്റെ ഇടയിലും അല്ലെങ്കിൽ എപ്പിസോഡുകളിലും ഒന്നും ടെലികാസ്റ്റ് ചെയ്തുകൂടാ. അത് എന്തോ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണുകളിലും അതിനെ പറ്റിയിട്ട് എന്തോ സീനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്രയൊക്കെയാണ് വിഷയങ്ങൾ. വല്ലവരുടെയും വിഷയത്തിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ടാണ് നെവിൻ ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സീസൺ എല്ലാ സീസണുകളിലെയും പോലെയല്ല, നല്ല പണി കിട്ടിയിരിക്കും, അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.